യേശു കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ കർത്താവിന്റെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ആ യേശുവിന്റെ മുകളിൽ ഒരു ചുമന്ന തുണി ഇട്ട് പൊതിഞ്ഞു. ഇതുപോലെ നമുക്ക് പഴയ നിയമത്തിനകത്തും കാണാൻ കഴിയും. നിങ്ങൾക്കത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു ചുമന്ന തുണി പൊതിഞ്ഞ് അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് വടി കൊണ്ട് അടിച്ചതാത്ത് അവരിങ്ങനെ വിളിച്ച്, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ. എന്നിട്ട് അവന്റെ മുഖത്ത് തുപ്പി. യേശുവിനെ അപമാനിക്കാനാണ് അത് ചെയ്തത്. അതില് ഒരു രാഷ്ട്രീയവും കൂടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് വിളിച്ചത് യഥാർത്ഥമായി യഹൂദന്മാരെയും കൂടെ അപമാനിക്കാൻ വേണ്ടിയാണ്. ചുമന്ന തുണി ഉടുപ്പിച്ചിട്ട് തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചതാത്ത് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് വിളിക്കുമ്പം അവിടെ രണ്ടുപേരെ അപമാനിക്കാനാണ് അത് ചെയ്തത്. ഒന്ന് യേശുവിനെയാണ്, രണ്ട് യഹൂദന്മാരെയാണ്. ഇത് ചെയ്തത് യഹൂദനല്ലേ എന്ന് തിരിച്ചൊരു ചോദ്യം വരും. അല്ല, ഇത് ചെയ്തത് യഹൂദനല്ല. യേശുവിനെ ക്രൂശിക്ക എന്നാർത്തത് അതിനകത്ത് യഹൂദക്കൂട്ടമുണ്ട്. പക്ഷെ ഇപ്പം ഇത് ചെയ്തത് യഹൂദനല്ല, അത് യഹൂദനെയും കൂടെ അപമാനിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, ഒരു രാഷ്ട്രീയ പകപോക്കലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ ജനത്തെ, യഹൂദാ ജനത്തെ അപമാനിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചാണ് അത് ചെയ്തത്. പഴയ നിയമത്തിനകത്ത് ഒരു പാപം, ജനത്തിന്റെ മുഴുവൻ പാപവും ഒരു ആടിന്റെ മുകളിൽ ചുമത്തുമ്പം അവർ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ചുമന്ന തുണിയെടുത്ത് ആടിനെ ചുറ്റുക എന്നത്. നല്ല വൃത്തിക്ക് ചുമപ്പിച്ച് ഈ ആടിനെ അങ്ങോട്ട് കയറ്റിവിടും. അത് പാപത്തിന്റെ കറയെ കാണിക്കുന്നതാണ്. അവൻ ഇത്രയും അധമനാണ് എന്ന് തെളിയിക്കുന്നതാണ് ആ നിറം. ഇതിന്റെ എല്ലാം പുറകിലൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അവരെല്ലാം ഇതെല്ലാം ചെയ്യുന്നത് രാഷ്ട്രീയമായ പകപോക്കല് പോലെ ഇതെല്ലാം ചെയ്തത്. യഹൂദ ജനത്തോടുള്ള ഒരു വിരോധവും അതിനകത്തുണ്ട്. പക്ഷെ അവരിത് ചെയ്യുമ്പം ഇതിന്റെ പുറകിൽ ഒരു ആത്മീക മർമ്മം ഉണ്ടായിരുന്നു. അതവരറിഞ്ഞില്ല. ഈ കാലഘട്ടത്തിലും നമ്മൾ കാണുന്ന വാർത്തകൾ മുഴുവനും നമ്മൾ വിചാരിക്കുന്നത് രാഷ്ട്രീയമാണ്. പക്ഷെ അല്ല. വചനം അറിയാവുന്നവനറിയാം, ഈ കാണിച്ചു കൂട്ടുന്നതിന്റെ പുറകിൽ മൊത്തം ഒരു മർമ്മമുണ്ട്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാ ഈ കാലഘട്ടത്തിൽ ദൈവസഭകളിൽ പോലും വചനത്തിന്റെ പ്രാധാന്യത കുറയുന്നതെന്നറിയാമോ? വചനം പ്രസംഗിക്കാറില്ല, വചനം വ്യാഖ്യാനിക്കാറില്ല, വചനത്തിന്റെ പ്രാധാന്യത കുറയുക. പറഞ്ഞു തരാം. വചനം വേണ്ടുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് പറഞ്ഞ് പ്രസംഗിച്ചാൽ നമ്മൾ വായിക്കുന്ന വാർത്തയും ഈ വചനവും ഒരുപോലെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. ഭയങ്കര ആഗ്രഹത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്ന, പക്ഷെ സമയമില്ല, എടുക്കുന്നില്ല സമയം. വചനവും കാണുന്ന വാർത്താ മാധ്യമത്തിനകത്തൂടെ കേൾക്കുന്ന ന്യൂസുകളും ഒരുപോലെ ഇരിക്കുമെന്ന്. അവന്റെ മുകളിൽ ആ ചുമന്ന വസ്ത്രമിട്ടത് അവനെ അപമാനിക്കാനായിരുന്നെങ്കിൽ ഇട്ടവൻ അറിയാത്തൊരു മർമ്മം അതിന്റെ പുറയിലുണ്ട്. എത്ര കടും ചുമപ്പാണെങ്കിലും മിന്നുന്ന വസ്ത്രം കൊണ്ട് അവൻ തിരിച്ചു വരും വെളിയിലേക്ക്. അത് പഴയ നിയമത്തിനകത്തുണ്ടായിരുന്ന എത്ര കടും ചുമപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ആത്മീക മർമ്മം അതിന്റെ പുറകിലുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കെതിരെ എത്രയൊക്കെ ചുമന്ന വസ്ത്രം നീ ഉടുപ്പിക്കാൻ നോക്കിയാലും, ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കെതിരെ എത്രയൊക്കെ അപമാനത്തിന്റെ വസ്ത്രങ്ങൾ ഈ ലോകം, ഈ സൊസൈറ്റി ഉടുപ്പിക്കാൻ നോക്കിയാലും മടിക്കണ്ട, ലജ്ജിക്കണ്ട. അത് ഉടുത്തോ സാരമില്ല. ഹിമം പോലെ വെളുക്കുന്ന, ഹിമം പോലെ
മാറുന്ന ഒരു സീസണിലേക്ക് സഭ നീങ്ങിക്കേറുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു നല്ല ആമേൻ പറഞ്ഞാട്ട്. ഈ കാലഘട്ടം അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ പരിഹസിക്കപ്പെടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. വേർപാടെന്ന് പറഞ്ഞാൽ പരിഹസിക്കപ്പെടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. ഇന്നതൊക്കെ വേണ്ട, ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. പക്ഷേ ആ ചുമന്ന വസ്ത്രം ധൈര്യത്തോടുത്തോ. അത് അപമാനമല്ല, അത് തേജസ്സിലേക്കുള്ള യാത്രയാണ്. പരിഹസിക്കപ്പെടാൻ നമുക്ക് ഇഷ്ടമല്ല, അപമാനിക്കപ്പെടാൻ നമുക്ക് ഇഷ്ടമില്ല, നിന്ദിക്കപ്പെടാൻ നമുക്ക് ഇഷ്ടമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ഇതെല്ലാം സഹിച്ചാൽ ഇതേ ചുമന്ന വസ്ത്രമിട്ടവൻ മിന്നുന്ന വസ്ത്രം കൊണ്ട് ഇറങ്ങി തിരിച്ചൊരു വരവുണ്ട്. അങ്ങനാണെങ്കിൽ ദൈവസഭയോടും മണവാട്ടിയോടും ഞാനിത് പറയട്ടെ, ഈ അന്ത്യകാലഘട്ടത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് സഭയ്ക്കകത്ത് ഉപദേശിക്കുമ്പം അത് വെട്ടി ട്രോളാക്കി പരിഹസിച്ച് ഇതൊക്കെ പഴയ 1-ാം നൂറ്റാണ്ടിലെ കാര്യമാ, പ്രാചീന കാലത്ത് കഴിഞ്ഞു പോയതാന്ന് പറയുമ്പം നീ ഒരിക്കലും അതിന്റെ പുറകെ പോകല്. നിന്ദിക്കപ്പെട്ടാലും സാരമില്ല, കളിയാക്കിയാലും സാരമില്ല, അപമാനിച്ചാലും സാരമില്ല. പരസ്യമായി അന്യഭാഷ പറയാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചുമന്ന വസ്ത്രം ഇടാൻ മടിക്കണ്ട.